ഈ നിർമ്മിത ബുദ്ധിക്ക് ഒരു സാമൂഹ്യ പക്ഷമുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ കുട്ടികൾ ഉൾപ്പെടെ ഞാനിപ്പോൾ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഉണ്ട്. എന്താ യൂസ് ചെയ്തേ? ChatGPT എന്ന് പറയും. കുറച്ച് വയസ്സായ പ്രായം ചെന്ന ആൾക്കാർ പറയും മക്കളെ ഞങ്ങൾ ഒന്നും യൂസ് ചെയ്യാറില്ല എന്ന് പറയും. പക്ഷേ ആ പറയുന്ന മുത്തച്ഛൻ്റെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ കാണും, അല്ലെങ്കിൽ കയ്യിലൊരു സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ അവരും യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിലില്ല. ഇപ്പോൾ നമുക്ക് എന്ത് വിവരവും ChatGPTയുടെ ആപ്പ് എടുത്തോ അല്ലെങ്കിൽ വെബ്സൈറ്റ് എടുത്തോ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇൻഫർമേഷൻ കിട്ടും. ഈ ചർച്ച കേരളത്തിൽ തുടങ്ങി വെച്ചത്, ഇതിൻ്റെ രാഷ്ട്രീയ പക്ഷം സാമൂഹ്യ പക്ഷം തുടങ്ങി വെച്ചത് പ്രിയപ്പെട്ട ME ഗോവിന്ദൻകുട്ടി മാഷാണ്. അപ്പോൾ സോഷ്യലിസത്തിൻ്റെ ഉൽപ്പന്നമാണോ അതോ സോഷ്യലിസത്തിലേക്ക് നമ്മൾ അടുക്കുന്നുണ്ടോ? ഇപ്പോൾ ChatGPTക്ക് 3 വേർഷനുണ്ട്. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ ഫ്രീ വേർഷൻ ആയിരിക്കും. ഇത് കൂടാതെ മാസം 2000 രൂപ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഒരു ChatGPTയുടെ വേർഷനുണ്ട്. അതുകൂടാതെ 14,000 രൂപ എന്നാണ് എൻ്റെ ഓർമ്മ. മാസം 14,000 രൂപ കൊടുത്താൽ ഈ മൂന്നിലും കിട്ടുന്ന വോളിയം ഓഫ് ഇൻഫർമേഷൻ, ചിലയിൽ ചിത്രങ്ങൾ കിട്ടും, ചിലയിൽ പടങ്ങൾ കിട്ടും, വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് AI കൊണ്ട് സോഷ്യലിസം ഉണ്ടായത്? 14,000 രൂപ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഒരു തരം ഇൻഫർമേഷൻ, മറ്റുള്ളവർക്ക് മറ്റു തരം ഇൻഫർമേഷൻ. ഇടയ്ക്ക് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഞാൻ വായിച്ചൊരു വാർത്തയാണ്. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അധികൃതരെ അവരുടെ സൈറ്റ് മാസം അതിനൊരു റെന്റ് എടുക്കാൻ തീരുമാനം. അതായത് ഇന്ത്യയിൽ മാസം 1 രൂപയാണ് ഒരാൾക്ക് ഉപയോഗിക്കുന്നതിന് ഫേസ്ബുക്ക് ഈടാക്കുന്നതെന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ഇപ്പോഴത്തെ മെയ് 2025 കണക്ക് പ്രകാരം 3.07 ബില്യൺ യൂസേഴ്സ് ആണ് ഉള്ളത്. അപ്പം തന്നെ എത്ര രൂപയായി? അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ പോകണം. ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫ്രീ വേർഷൻ ഓഫ് ChatGPT എന്ന് പറയുന്നത് കുട്ടിക്ക് ഐസ്ക്രീം കൊടുത്ത് കുട്ടിയെ ഐസ്ക്രീമിൽ അഡിക്റ്റ് ആക്കിയതിന് ശേഷം ഒരു പക്ഷേ ChatGPT അതിൻ്റെ ഒരു പേർഡ് വേർഷനിലേക്ക്, അതായത് മാസം ഇത്ര രൂപ അടയ്ക്കും. അപ്പം നിങ്ങൾ അത്ഭുതപ്പെടും. ഇല്ല, ഫേസ്ബുക്കിൽ ഒരു വെരിഫൈഡ് ബ്ലൂ ടിക്ക് കിട്ടാൻ വേണ്ടി 25,000 ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം, അയാൾ പൗരപ്രശസ്തനായിരിക്കണം എന്നൊക്കെയാണ് നിയമം. ഇന്ന് അങ്ങനെയല്ല. മാസം 900 റുപ്പീസ് 900 രൂപ കൊടുക്കുന്നവർക്ക് എല്ലാവർക്കും അവർ ബ്ലൂ ടിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വാണിജ്യ രീതിയിലേക്ക് അത് പോവുകയാണ്. പിന്നെ ടീച്ചർ ചോദിച്ച ചോദ്യം, ക്ലൈമറ്റ് ചേഞ്ച് ആവട്ടെ, ഡിസാസ്റ്റർ മോഡലിംഗ് ആവട്ടെ, എല്ലാത്തിലും AI പുതിയ സാങ്കേതിക വിദ്യ, പ്രത്യേകിച്ച് ബിഗ് ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ഒരാൾ ഒരു മാർജിൻ ഫ്രീയിൽ പോയി സാധനം വാങ്ങിക്കുന്നു, അത് വെറും ഡേറ്റയാണ്. അതേപോലെ ലോകത്തുള്ള എല്ലാ മാർജിൻ ഫ്രീകളിലും ആൾക്കാർ വാങ്ങിക്കുന്ന സാധനങ്ങൾ, അതിനെയാണ് നമ്മൾ ഡേറ്റ അഥവാ ബിഗ് ഡേറ്റ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പാരിസ്ഥിതിക ഡേറ്റ വെച്ച് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉൾപ്പെടെയുള്ള ചേർത്ത് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് വാർണിങ്സുകൾ തരാൻ പറ്റുന്ന രീതിയിലേക്ക് വർത്തമാനകാല ഇന്ത്യയും വർത്തമാന കേരളവും മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഇപ്പം തന്നെ അതിൻ്റെ ചെറിയ റിഫ്ലക്ഷൻസ് നമുക്ക് കിട്ടിത്തുടങ്ങി. അത് പരിപൂർണതയിൽ എത്തും എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്.